പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഇസ്രായേൽ ജനത്തെ കനാൻ ദേശത്തേക്ക് നയിക്കുവാൻ ദൈവം മോശയെ തിരഞ്ഞെടുത്തതിന് ശേഷം മോശ ദൈവത്തോട് പറഞ്ഞു, ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഈ ജാതി നിൻ്റെ ജനമെന്ന് ഓർക്കണമേ. ദൈവം മോശയോട് ഇപ്രകാരം അരുളി ചെയ്തു: എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. എത്ര വലിയൊരു വാഗ്ദത്തമാണിത്! പ്രിയ ദൈവമക്കളെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പലതരത്തിലുള്ള പ്രതിസന്ധികളെ നേരിടുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ കാര്യങ്ങൾ, നമ്മുടെ ജോലിയുടെ പ്രശ്നങ്ങൾ, ദൈനംദിനം നേരിടുന്ന പിരിമുറുക്കങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒന്നോർക്കുക, ദൈവം നമ്മളോട് പറയുന്നു, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. എന്തു വലിയൊരു വാഗ്ദത്തമാണിത്! നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും പരിശുദ്ധാത്മാവെന്ന ദൈവം നമുക്ക് വഴികാട്ടിയായി സകല സത്യത്തിലും നമ്മെ വഴി നടത്തും. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടുകൂടെ എപ്പോഴും ഉണ്ടെന്ന് നാം ഉറപ്പുവരുത്തേണ്ടതാകുന്നു. ഈ ഉറപ്പുണ്ടെങ്കിൽ ദൈവം നിശ്ചയമായും നമ്മെ എല്ലാ കാര്യത്തിലും വഴി നടത്തും.